പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശത്രുക്കൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീകളെ ഇസ്ലാമിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. സ്ത്രീകളെ ഇസ്ലാം അവമതിക്കുകയാണ് എന്നുള്ളത്. സ്ത്രീകളെ അവരുടെ ആദരവും ബഹുമാനവും നമ്മൾ വകവെച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് മതനിരാസമുള്ളവർ, യുക്തിവാദ ചിന്താധാരകളിലുള്ളവർ, അതുപോലെ മതനിരാസത്തിലുള്ളവർ, അങ്ങനെ ഒരുപാട് ആളുകൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കളൊക്കെ സ്ത്രീകളുടെ വിഷയത്തിൽ എപ്പോഴും ഇസ്ലാമിനെതിരെ ചാടിക്കടിച്ചുകൊണ്ട് കടിച്ചു കീറി വരാറുള്ള ഒരു വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, എക്കാലത്തും മുസ്ലിമീങ്ങൾക്കെതിരിൽ വരുന്ന എല്ലാവിധ ആരോപണങ്ങൾക്കും വ്യക്തമായ തെളിവോടുകൂടി ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണങ്ങളുടെയും ഒക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ മറുപടി നൽകിയിട്ടുണ്ട്. ജനിക്കുന്ന സമയം മുതൽ മരണം വരെ മകൾ, മാതാവ്, ഭാര്യ തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീ എന്ന പരിഗണന നൽകിക്കൊണ്ടുള്ള എല്ലാ ആദരവും, എല്ലാ ബഹുമതികളും, എല്ലാ അവസരങ്ങളും, എല്ലാ സ്വാതന്ത്ര്യങ്ങളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എക്കാലത്തും വകവെച്ചു കൊടുത്തിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഒരു മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീക്ക് എവിടെയാണോ ആദരവ് കൊടുക്കാത്തത്, എവിടെയാണ് ബഹുമാനം കൊടുക്കാത്തത്, എവിടെയാണ് അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നത്? നിങ്ങൾക്കറിയുമോ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് ബാബിലോണിയൻ, ഗ്രീക്ക്, റോമൻ, ഭാരത നിയമങ്ങളിൽ സ്ത്രീകൾ വെറും കേവല ജീവികൾ മാത്രമായിരുന്നു, വെറും ഒരു ഉപഭോഗ വസ്തുക്കൾ മാത്രമായിരുന്നു. വേശ്യാവൃത്തിക്ക് വേണ്ടിയും അടിമപ്പണിക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരായിരുന്നു. ഹമ്മുറാബി എന്ന് പറയുന്ന നിയമം ബാബിലോണിയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തൻ്റെ ഭർത്താവ് ഒരു കൊലപാതകം ചെയ്താൽ തൻ്റെ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട മകളെ കഴുമരത്തിലേറ്റുന്ന നിയമം, ഹമ്മുറാബി എന്ന് പറയുന്ന നിയമം ബാബിലോണിയൻ സംസ്കാരത്തിലുള്ളതാണ്. അതുപോലെ തന്നെ റോമൻ നിയമങ്ങളിലൊക്കെ സ്ത്രീകളെ അടിമച്ചരക്കാക്കാനും വേശ്യാവൃത്തിക്ക് ഉപയോഗിക്കാനും ചന്തകളിൽ കൊണ്ടുപോയി അവളെ വിൽക്കാനും വരെ സ്വാതന്ത്ര്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗ്രീക്ക് തത്വചിന്തകന്മാര്, ദാർശനിക ചിന്തകന്മാര്, അതിനകത്ത് അരിസ്റ്റോയുണ്ട്, പ്ലാറ്റോയുണ്ട്, സോക്രട്ടീസ് ഉണ്ട്. ഇവരെല്ലാവരും സ്ത്രീകളെ വളരെ മോശമായ വേശ്യാവൃത്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, കേവലം സുഖഭോഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് മാത്രമാണ് ഇവരെല്ലാം കണ്ടത്. അവരെ തുടർന്ന് വന്നിരുന്ന എല്ലാ ആചാര്യന്മാരും അതുപോലെ തന്നെ ആ ജനത മുഴുവനും, പാശ്ചാത്യൻ സംസ്കാരങ്ങൾ മുഴുവനും ഇത്തരം സ്ത്രീകൾക്ക് കേവലമായ ആദരവോ ബഹുമാനമോ ഒന്നും നൽകപ്പെടാതെ അവരെ കേവലം വേശ്യാവൃത്തിക്കും അതുപോലെ അടിമപ്പണികൾക്കും വേണ്ടി മാത്രം വിനിയോഗിച്ചവരായിരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല. ലേഖി എന്ന് പറയുന്ന ചരിത്ര ഗവേഷകയായ ഒരു സ്ത്രീ യൂറോപ്യൻ മോറൽ സയൻസിനെ കുറിച്ച്, അവരുടെ ധാർമ്മികത എന്തായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതിയ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നതാണ്. അരിസ്റ്റയുടെ വേശ്യാവൃത്തികൾ, സോക്രട്ടീസിന്റെ വേശ്യാവൃത്തികൾ, പ്ലാറ്റോയുടെ വേശ്യാവൃത്തികളൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് എന്തായിരുന്നുവെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. റോമിലും അതുപോലെ ഭാരത സംസ്കാരങ്ങളിൽ പോലും മാറുമറയ്ക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം നമുക്ക് മുന്നേ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്ങാണം മറച്ചുപോയാൽ അവരുടെ മാറു മുറിച്ചിട്ട് കളയേണ്ടി വരുന്ന ഒരവസ്ഥ വരെ ഇവിടെ സംജാതമായിട്ടുണ്ട്. അതിനെതിരെയെല്ലാം ശക്തമായിട്ട് പോരാടിയ നേതാവായിരുന്നു രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന് പോലും വാളോങ്ങിയ ഭാരതീയ സംസ്കാരമാണ് നമുക്ക് പറയാനുള്ളത്. സതീ സമ്പ്രദായം, ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ അതേ ചിതയിൽ തന്നെ ആത്മഹൂതി ചെയ്യണമെന്ന നിയമം മനുസ്മൃതിയിലോ ഭാരതീയ സംസ്കാരത്തിലോ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെതിരെയൊക്കെ ശക്തമായി പോരാടിയ ഒരു ബ്രാഹ്മണനാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തെ പോലും ഇവിടെ വേട്ടയാടപ്പെട്ടില്ലേ? സ്ത്രീകളെ വെറും കച്ചവട ചരക്കുകളാക്കി വേശ്യാവൃത്തിക്ക് വേണ്ടി മാത്രം, താൽക്കാലിക സുഖത്തിന് വേണ്ടി മാത്രം നോക്കിക്കണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ സ്ത്രീകൾ നിങ്ങളുടെ വീടിന്റെ വിളക്കാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡാർക്ക് ഏജ് യുഗമെന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീഴുന്നത്. ആ പിറന്നു വീഴുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾ പ്രസവിച്ചു വീഴുന്നത് പെൺകുഞ്ഞാണെങ്കിൽ അഭിമാനത്തിന്
ക്ഷതം വരുമോ എന്ന് പേടിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി, പെൺകുട്ടികളാകുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചു വീഴുന്നത്. അവിടെ മുതൽ പ്രവാചകന്റെ ദൗത്യം തുടങ്ങുകയാണ്. സ്ത്രീ ആദരിക്കപ്പെടേണ്ടവരാണ്, സ്ത്രീ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, സ്ത്രീ അവരെ എല്ലാ സ്വാതന്ത്ര്യം നൽകപ്പെടേണ്ടവരാണ്. ആ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കണമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോഴാണ് നമ്മുടെ ഇസ്ലാമിന്റെ എത്രത്തോളമുള്ള മഹത്വം നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. വർത്തമാന സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. സ്ത്രീകളെ ശാരീരികമായി മാനസികമായി ചൂഷണം ചെയ്യുന്ന മറ്റു പല കാര്യങ്ങൾക്കും നിർബന്ധമായി പല ചേഷ്ടകൾക്കും വ്യഭിചാരവൃത്തിക്കും വേണ്ടി തന്റെ കിടപ്പറ പോലും അവസരങ്ങൾക്ക് വേണ്ടി തന്റെ കിടപ്പറ പോലും പങ്കിടണമെന്ന് പറയപ്പെടുന്ന, അങ്ങനെയെങ്ങാനും അവർ അനുസരിച്ചിട്ടില്ല എങ്കിൽ സിനിമയിൽ നിന്ന് പോലും പുറത്താക്കപ്പെടുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഇവിടെ അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന് പോലും സ്വാതന്ത്ര്യം വേണമെന്ന് അവകാശപ്പെടുന്ന ഇസ്ലാമിനെ നാഴിക്ക് 40 വട്ടം ചീത്ത പറയുകയും അസഭ്യം പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ പോലും ഇന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾക്കെതിരെ ഇവിടെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, ഞങ്ങളെ പല കാര്യങ്ങൾക്കും നിർബന്ധിക്കപ്പെടുന്നുണ്ട്. കിടപ്പറ പങ്കിടാൻ പോലും മുതിർന്ന സിനിമാ നടന്മാരും സംവിധായകന്മാരും നിർമ്മാതാക്കളും ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഇവിടെ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. സിനിമാന്റെ ക്യാച്ച് കൗവിന്റെ ഭാഗമായിട്ട് പെണ്ണുങ്ങളെ വേശ്യാവൃത്തിക്ക് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റു ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടവരാണ്. റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് നമ്മളെല്ലാം ഹീറോകളെന്ന് പറഞ്ഞിരുന്ന ആളുകളൊക്കെ പടച്ച തമ്പുരാനെ എത്രത്തോളം മലീമസമായിട്ടാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഞാൻ സിനിമയെ പ്രോത്സാഹിപ്പിക്കാനോ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനോ സിനിമ നിങ്ങൾ കാണണമെന്ന് പറയാനോ വേണ്ടി വന്ന ആളല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എക്കാലവും സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് കള്ളത്തരങ്ങളും മോഷണങ്ങളും വ്യഭിചാരവും അത് ലഹരി കടത്തും മതസ്പർദ്ധയും വർഗീയതയും അതുപോലെ തന്നെ അതിൻ്റെ പാട്ടാണെങ്കിലും ശരി പശ്ചാത്തലമാണെങ്കിലും ശരി, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കൊള്ളരുതാത്തവനായി പ്രാകൃത മതക്കാരനായി നമ്മുടെ അഭ്രപാളികളിൽ ആയിരക്കണക്കിന് യുവതലമുറകൾ ഈ സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സിനിമാ നടീനടന്മാരുടെ രൂപങ്ങളും അവരുടെ വസ്ത്രവും അവരുടെ വേഷവും അവരുടെ ഹെയർ സ്റ്റൈലുകളും എല്ലാം അനുകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത ട്രെൻഡ് എന്താണെന്ന് നോക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണല്ലേ യുവതലമുറകൾ കാത്തിരിക്കുകയാണ്. സിനിമാ ലോകത്തുള്ള ആളുകളുടെ പുതിയ ട്രെൻഡുകൾ എന്താണെന്ന് അത് അനുകരിക്കാൻ, അതിനെ മാറോട് ചേർത്ത് പിടിക്കാൻ. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ആദരവോടുകൂടി കാണുന്ന എത്രയോ ആളുകൾ വളരെ മലീമസമായ രീതിയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകണ്ട. റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ പല ആളുകളുടെയും പൊയ്മുഖങ്ങൾ ഇവിടെ അഴിഞ്ഞു വീഴുകയാണ്. റബ്ബ് നമ്മളെ കാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിനിമ ചുരുക്കി പറഞ്ഞാൽ സിനിമ നമുക്ക് ഒരു പ്രയോജനവും ഉണ്ടാക്കിയിട്ടില്ല. സിനിമ നമുക്ക് ഒരു നന്മയും ഉണ്ടാക്കിയിട്ടില്ല. ഉപദ്രവമല്ലാതെ മനുഷ്യരെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നതല്ലാതെ ഒരു നന്മയും സിനിമയിലൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ആ സിനിമകളിലേക്ക്, ആ സിനിമകളുടെ നടീനടന്മാരുടെ രൂപവും അവരുടെ വസ്ത്രധാരണ രീതികളും അവരുടെ ഹെയർ സ്റ്റൈലുകളും, അവർ കള്ളു കുടിച്ചാൽ ഞങ്ങളും കള്ളു കുടിക്കും, അവർ മാറു തുറന്നിട്ടാൽ ഞങ്ങൾ മാറു തുറന്നിടും, അവർ ചീത്ത വിളിച്ചാൽ ഞങ്ങൾ ചീത്ത വിളിക്കും. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അഭ്രപാളികളിൽ ഇരുന്നു കൊണ്ട് യുവതലമുറകൾ അവരെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ അപകടമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. നമ്മുടെ മക്കളെ അല്ലാഹു തആല നന്മയുടെ വഴിയിൽ അല്ലാഹു ഉറപ്പിച്ചു നിർത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന തരത്തിൽ അല്ലാഹു തആല വളർത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൊടുത്ത നിയമം, അവകാശങ്ങൾ, അനന്തരാവകാശത്തിൽ പോലും സ്ത്രീകൾക്ക് അല്ലാഹു തആല അവകാശങ്ങൾ വെച്ച് നിശ്ചയിച്ചു കൊടുത്തിട്ടില്ലേ? സ്ത്രീകൾ പുരുഷന്മാരുടെ ഘടകകക്ഷി എന്നാണ് പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം. ഘടകകക്ഷി. കേന്ദ്ര സർക്കാർ ഘടകകക്ഷിയില്ലാതെ ഇപ്പോൾ ഭരണം നിലനിർത്താൻ സാധിക്കില്ല എന്ന അവസ്ഥയിലാണ്. ഇതുപോലെയാണ് ഒരു ആണിന് പെണ്ണ് കൂടിയേ മതിയാകൂ, ഒരു പെണ്ണിന് ആണ് കൂടിയേ മതിയാകൂ. ഇവർ രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണ്. ഖുർആനിന്റെ അധ്യാപനത്തിൽ കാണാം, ഉന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ
ലിബാസുല്ലഹുന്ന, നിങ്ങൾ പരസ്പരം ഉടയാടകളാണ്. എത്ര അഴിച്ചു മാറ്റിയാലും അഴിയാൻ കഴിയാത്ത പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്നവരാണ് ആണും പെണ്ണും എന്ന് പറയുന്നത്. ആ പെണ്ണിനൊരു ആദരവുണ്ട്, ബഹുമാനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എപ്പോഴും അത് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 സംവത്സരങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചതാണ്. അള്ളാഹു തആലയുടെ വിഷയത്തിൽ നിങ്ങൾ സ്ത്രീകളെ സൂക്ഷിക്കണം, സ്ത്രീകളെ നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവരെ വേണ്ടാത്ത രീതിയിൽ ആക്രമിക്കാനോ, അവരെ ഉപദ്രവിക്കാനോ, അവരെ ചീത്ത വിളിക്കാനോ, അവരെ പരിഹസിക്കാനോ, അവരെ അപമതിക്കാനോ, അവരെ അടിക്കാനോ, അവരെ വേശ്യാവൃത്തിക്ക് ക്ഷണിക്കാനോ ഒന്നും ഒരു സ്ഥലത്തും ഒരു പ്രമാണത്തിലും ഖുർആനിലോ ഹദീസിലോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റോ? ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത്രത്തോളം പവിത്രമായ മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. റോമൻ നിയമങ്ങളിൽ ഇംഗ്ലണ്ടില് 2ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് പെണ്ണുങ്ങളെ ചന്തയിൽ കൊണ്ടുപോയിട്ട് ആയിരക്കണക്കിന് ഷെല്ലിങ്ങിന്റെ വ്യവസ്ഥയിൽ കച്ചവടം ചെയ്യുമായിരുന്നു. ഭർത്താവിന് വേണ്ടെങ്കിൽ ചന്തയിൽ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യുമായിരുന്നു. ആ കച്ചവടത്തിലൂടെ ഇത്ര ഷെല്ലിങ് പണം കൈപ്പറ്റിയാൽ അവരുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്നു. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളെ നിശ്ചയിച്ചിട്ട് തെരുവോരങ്ങളിൽ കൊട്ടിപ്പാടിക്കൊണ്ട് നടക്കും, ഞാനും ഇന്ന പെണ്ണും തമ്മിൽ ബന്ധം വേർപെടുത്തിയിരിക്കുന്നു, അവർ ഇനി വേറൊരു ആണുമായിട്ട് വ്യഭിചരിച്ചാൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന്. ഇവിടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇവിടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്ത്രീക്ക് കൊടുക്കുന്ന ആദരവ്. അള്ളാന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോ ഉമ്മുക്ക 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 3 തവണയും ആവർത്തിച്ചു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം ഇസ്ലാമിന്റെ മഹിതമായ ഗുണപാഠങ്ങൾ, സന്ദേശങ്ങൾ, മാതൃകാ സ്ത്രീകളാകുന്ന വനിതകൾ, നമ്മൾ അവരെ കുറിച്ചൊക്കെ പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞു കേട്ടിട്ട് ഇസ്ലാം പ്രാകൃത മതമാണ്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പുലമ്പിയാൽ അത് വ്യക്തമായ തെറ്റ് തന്നെയാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ഭയക്കണം. സിനിമാ ലോകത്ത് മാത്രമല്ല, ഏത് തൊഴിലിടങ്ങളിലാണെങ്കിലും സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന, വേശ്യാവൃത്തിക്ക് ക്ഷണിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളും ഇന്ന് ഉടലെടുക്കുന്നുണ്ട്. അത് എല്ലാ ധാരകളിലുമുണ്ട്. പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്, സ്വാമിമാരുടെ ഇടയിലുണ്ട്, അച്ഛന്മാരുടെ ഇടയിലുണ്ട്. ഇതെല്ലാം ശക്തമായി എതിർക്കപ്പെടേണ്ടതും അത്തരം കുറ്റകൃത്യങ്ങളെ ചെയ്യുന്നവരെ കർശനമായി തന്നെ അവരെ കൈകാര്യം ചെയ്യാൻ സർക്കാർ കർശന നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഓരോ പണ്ഡിതന്റെയും ഓരോ ഇസ്ലാം മത വിശ്വാസിയുടെയും ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയും ഒക്കെ. അത് കൊണ്ടുവരിക തന്നെ ചെയ്യണം, എന്നാലേ ഇവരൊക്കെ പഠിക്കുള്ളൂ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അങ്ങനെ ജീവിക്കാനാണ്, പരിശുദ്ധമായ തരത്തിൽ ജീവിക്കാനാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റോമൻ നിയമത്തിലെ ഗ്രന്ഥങ്ങളിൽ കാണാം, സ്വന്തം പത്നിയെ അറുകൊല നടത്താൻ വരെ നിയമമുണ്ടായിരുന്നു. സ്വന്തം പത്നിയെ അറുകൊല നടത്താൻ വരെ നിയമമുണ്ടായിരുന്നു റോമൻ നിയമത്തിൽ, ഭാരതീയ സംസ്കാരത്തിൽ. അതുപോലെ തന്നെ ബാബിലോണിയൻ, ഗ്രീക്ക്, റോമൻ, ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കണം. സ്ത്രീകൾക്ക് എന്ത് സ്വാതന്ത്ര്യം ആര് എവിടെ കൊടുത്തു? ആരാണ് നൽകിയത്? ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി നമുക്ക് പറയാൻ സാധിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. നമുക്ക് മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ,